ബിഗ് ബോസിനകത്ത് രാവിലെ തന്നെ ഈ കോഫി പൗഡറിന്റെ കാര്യം പറഞ്ഞ് നല്ലൊരു അടി നടക്കുന്നുണ്ട്. ഇന്ന് ഡ്രൈ ഡേ ആയതുകൊണ്ട് എല്ലാവരും ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. അത് കാരണം കോഫി ഇട്ട് കുടിക്കുന്നതിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ കോഫി പൗഡർ കുറവാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ എങ്ങാണ്ട് അനുമോളുടെ കയ്യിൽ എടുത്തു കൊടുത്ത കോഫി പൗഡർ അനുമോൾ അവിടെ മുകളിലങ്ങ് എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ കോഫി പൗഡർ അതിനകത്ത് കുറവുണ്ട്. അപ്പൊ ആ കോഫി പൗഡർ ആരെ എടുത്തെന്ന് പറഞ്ഞ വിഷയത്തിൽ പറഞ്ഞ് രാവിലെ അങ്ങ് ചർച്ച നടക്കുകയാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യോത്തരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നിവിനാണ് എടുത്തതെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. കാരണം നിവിൻക്കാണ് എന്തിനാണ് കോഫി പൗഡർ അവിടെ കൊണ്ടുവന്ന് വെച്ചതെന്നുള്ളൊരു പരാതി ഉണ്ടാകുന്നു. അപ്പൊ അതേക്കുറിച്ച് അവിടെ സംസാരിച്ച് നമ്മുടെ ജിഷിനും അഭിലാഷും തമ്മിൽ ഭയങ്കരമായ അടി നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ജിഷിൻ അന്നേരം ജിഷിനോട് അഭിലാഷ് പറയുന്നുണ്ട്, നിന്റെ കള്ളച്ചിരി കാണുമ്പോൾ അറിയാം നീയാണ് ഇത് മോഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ ഈ സമയത്ത് ഉം, നമ്മുടെ ഷാനവാസും ജിഷിനും ചിരിക്കുന്നുണ്ട്. ഇത് ഭയങ്കരമായ വിഷയം ചർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇവര് ചിരിക്കുന്നു. അപ്പൊ ഇവർക്ക് രണ്ടുപേരും എന്തോ കള്ളത്തരം ഉണ്ട്, ഇവർ അറിഞ്ഞിട്ട് തന്നെയാണ് അത് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ പൊതുവെ ടോട്ടലി ഒരു അടി നടക്കുന്നത്. എന്നിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളുകയോ ഉന്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് ആണ്. കാരണം നമ്മൾ അത് കാണുമ്പോൾ തന്നെ പേടിച്ചു പോകും. കാരണം എന്ന് വെച്ചാൽ രണ്ടുപേരും പുറത്താകത്തക്ക രീതിയിലാണ് അവിടെ രണ്ടുപേരും പെർഫോമൻസ് ചെയ്യുന്നത്. ഉടനെ തന്നെ ഗതികെട്ട് നമ്മുടെ ബിഗ് ബോസ് അവരെ വീട്ടിലേക്ക് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. അവിടെ ചെന്നിരുന്നുകൊണ്ട് ചെന്നിട്ട് കഴിഞ്ഞപ്പോൾ കാണാൻ ഇവർ രണ്ടുപേരും പറഞ്ഞത് പ്രാങ്കാണെന്ന്. അപ്പൊ ബിഗ് ബോസ് തന്നെ പറയുന്നത് ഇന്നൊരു അവധി ദിവസത്തോടെ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കുമെന്ന് വരെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രാങ്ക് അവിടെ നടക്കാൻ പോകുന്നത് സാധാരണ ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. കാരണം ലൈവിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണാൻ അവർ പറയുന്നത് ഇത് പ്രാങ്കാണെന്ന്. പിന്നെ ബിഗ് ബോസ് എന്ത് പറയുന്നു ഒന്നും പറയുന്നില്ല, പൊയ്ക്കോളാൻ പറയുന്നു. എന്നിട്ട് ബിഗ് ബോസ് പ്രത്യേകം പറയുന്നുണ്ട് വീട്ടിലുള്ള മറ്റുള്ളവരെ ഒന്നും ബാധിക്കാത്ത രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രാങ്കുകൾ എന്നും പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞു വിടുന്നത്.